ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ വയനാട്ടിൽ രൂപപ്പെടുന്നത് വൻ പ്രതിഷേധം. സംസ്ഥാന വ്യാപക പിന്തുണയോടെ വീണ്ടും സമരങ്ങളിലേക്ക് നീങ്ങുകയാണ് LDF. സഹായ പ്രഖ്യാപനമുണ്ടാകുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. ഇന്നലെ നടന്ന സംസ്ഥാന വ്യാപക പ്രതിഷേധവും കടന്ന് കേന്ദ്ര സഹായം ലഭ്യമാകും വരെ സമരങ്ങൾ തുടരാനാണ് ഇടത് സംഘടനകളുടെ തീരുമാനം. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് LDF നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഓഗസ്റ്റ് 17 സമർപ്പിച്ച വിശദ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള NDRF മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള കണക്കുകളിൽ കേന്ദ്രം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. 2221 കോടിയുടെ നാശനഷ്ട കണക്കാണ് സംസ്ഥാനം നൽകിയിട്ടുള്ളത്. സ്ഥിര പുനരധിവാസ നടപടികളിലേക്ക് ഊർജിതമായി കടക്കുന്ന സംസ്ഥാനത്തിന് ധനസഹായം അനിവാര്യമായ ഘട്ടമാണിത്. ഇത് മുൻനിർത്തി സമരങ്ങൾ ശക്തമാക്കുകയാണ് ഇടത് സംഘടനകൾ. കേന്ദ്ര അവഗണനയിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് ദുരന്തബാധിതരും. ഒട്ടേറെ കഠിനവേദനകൾ മറികടന്നെത്തിയവരോട് എന്തിന് വീണ്ടും ക്രൂരത എന്നാണ് ഇവരുടെ ചോദ്യം. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾ ഇങ്ങനെ അവഗണിക്കാൻ പാടില്ല. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇവിടെ മൊത്തം ചുറ്റിക്കണ്ട് ഞങ്ങൾ നൈസാമോള വരെ എടുത്ത് താലോലിച്ച് പോയി. അദ്ദേഹം വന്നതിന് 40 ലക്ഷം ചിലവാണ്. അതും ഞങ്ങളിപ്പോൾ ഈ നാട്ടുകാർ ആടിന് ഈ കോഴിനൊക്കെ വിറ്റ പൈസ നിർത്തിയിട്ടാണ് കൊടുക്കണം. അദ്ദേഹം വന്നതിന് വരെ കൊടുക്കണം എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ ജീവിതം നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇത്രയും സ്നേഹത്തിൽ കഴിഞ്ഞ ആൾക്കാർ ഞങ്ങൾ അത്രയും നല്ല ഡീസൻ്റായിട്ട് എസ്റ്റേറ്റിലൊക്കെ പണിയെടുത്ത് ഞങ്ങൾ ആരും മുമ്പിലും കൈ നീട്ടാതെ നല്ല അന്തസ്സോടെ മക്കളെ വളർത്തി അവരെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കി ഞങ്ങളെല്ലാതായിട്ടും ഒരു ചെറിയ ഭവനം വീടുണ്ടാക്കി ഞങ്ങളതിൽ നല്ല സന്തുഷ്ടമായി കഴിയുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വെറും ഒരു ഇതില്ലാത്ത ആൾക്കാരെ പോലെ ഇന്ന് എല്ലാവരോടും ഞങ്ങൾ കൈ നീട്ടേണ്ടി വന്ന അവസ്ഥയായി. അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങൾക്ക് ഇതിനുള്ളൊരു പ്രവൃത്തി നിങ്ങൾ ചെയ്തു തന്നാൽ മതി. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇനി ആരെ മുമ്പിൽ പോയി കൈ നീട്ടും? ഞങ്ങൾക്ക് വീടില്ല, ഇരിപ്പിടല്ല, ഒന്നുമില്ല, ആരുമില്ല നമ്മൾക്ക് സഹായിക്കാൻ. L3യിൽപ്പെട്ട ഗുരുതര സ്വഭാവമുള്ള പ്രകൃതിക്ഷോഭമോ ദേശീയ ദുരന്തമോ ആയി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. അതേസമയം പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനം ഇതുവരെ 17.5 കോടി രൂപ വിനിയോഗിച്ചു. സ്ഥിര പുനരധിവാസ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സഹായത്തിൽ ഇനിയും താമസമുണ്ടായാൽ അത് ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും. കൈരളി ന്യൂസ്, വയനാട്.